ഹലോ, വെൽക്കം ടു AJ ബ്ലോഗ്സ്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. ഡെലിവറിക്ക് ശേഷമാണ് ഞാനിതിന് വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസിൻ്റെ. അപ്പോൾ പ്ലീസ് ഷെയർ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ്, ഇതിപ്പോൾ എൻ്റെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഉള്ളത്. ഭാവിക്കുള്ള ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഡെലിവറിക്ക് ശേഷം വാങ്ങാനായിരുന്നു പ്ലാൻ. നമ്മൾ 2 ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇതും ഒന്ന് ഈ ഒരു ഹാൻഡ് ബാഗും. ഈ 2 എൻ്റെ സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നത്. ഫസ്റ്റ് സാനിറ്റൈസർ, നമുക്ക് ഹൈജീനിക് മുഖ്യം പിടിക്കും. അപ്പോൾ ആ ഹൈജീനിക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു മൗത്ത് സ്പ്രേ, അതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ ചിലപ്പോൾ പല്ലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പേന, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ചാന്ത്, പിന്നെ ഒരു ഐലൈനർ, അതിട്ട് തന്നെയാണ് ഞാൻ പൊട്ട് ഇടുന്നത്. പിന്നെ 2-3 ക്ലിപ്സ്, ബണ്ണ്, പിന്നെ സ്ലൈഡ്, പിന്നെ ഒരു ലിപ് ബാം. അത് പ്രത്യേകിച്ച് ബ്രാൻഡ് ഞാൻ ഏത് നല്ല ബ്രാൻഡായിരുന്നു അതിൻ്റെ അതൊക്കെ പോയി. പിന്നെ ഡെർമാവെറ്റിൻ്റെ ഒരു ക്രീം, മോയ്സ്ചറൈസർ ക്രീം. പിന്നെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ കൂടെ എടുത്ത് വെച്ചു. കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കോമ്പ്, പിന്നെ ഒരു ഗ്ലാസ്, മിറർ. പ്രത്യേകിച്ചൊന്നും ആവശ്യമൊന്നും വന്നില്ല. ഇത് ഇത്രയും കൂടെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ഹാൻഡ് ബാഗിൽ സെറ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യവും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ട് ഒരു ബാൻഡും കൂടെ എടുത്തു. കുറച്ച് കാര്യമൊന്നുമില്ല, യൂസ് ആയില്ല ഗൈസ്. ഞാനെന്നാലും എടുത്ത് വെച്ചിരുന്നു. പിന്നെ നമ്മുടെ മെഡിസിൻസ് അയണിൻ്റെ കാൽസ്യത്തിൻ്റെ മെഡിസിൻസ് ആണ് കേട്ടോ. അത്, പിന്നെ ഫോൺ, അതിൻ്റെ ചാർജർ, ഇത് രണ്ടുമാണ് നെക്സ്റ്റ് എടുത്ത് വെച്ചത്. പിന്നെ ഹെഡ്സെറ്റ്, സ്പെറ്റ്സ്. ഇത് ഞാൻ സത്യം പറഞ്ഞ് തുറന്നുകൂടി നോക്കിയില്ല. സ്പെറ്റ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ വാലറ്റ്, പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല എങ്കിലും എൻ്റെ ആധാറൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു. ഒരു സമാധാനത്തിന് വേണ്ടി എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത്രയാണ് നമ്മുടെ ഈ ഹാൻഡ് ബാഗിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ കാര്യം ഫിനിഷായി. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഒരു 2-3 നൈറ്റി എടുത്തായിരുന്നു. പിന്നെ ഒരു നൈറ്റ് ഡ്രസ്സ്, ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന നൈറ്റ് ഡ്രസ്സ്. ഞാൻ പെട്ടെന്ന് വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് എടുത്ത് വെച്ചത്. പിന്നെ ഒരു 3 അണ്ടർ സ്കേർട്ട്, പിന്നെ എൻ്റെ ഷോള്, പിന്നെ ഇന്നേഴ്സും എല്ലാം കൂടെ ഞാൻ ഇതിലാണ് പാക്ക് ചെയ്ത് വെച്ച് ഒറ്റ ഇതിൽ. പിന്നെ 2 തോർത്തും, പിന്നെ ടവൽസ്, സ്മോൾ സൈസ്, മീഡിയം സൈസ്, ഒരു ബിഗ് സൈസ്, അങ്ങനെ 3 ടവൽസും. അടുത്തത് സ്റ്റേ ഫ്രീയുടെ ഒരു എക്സലിൻ്റെ ഒരു സാനിറ്ററി പാഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂ മോംസിൻ്റെത് എന്താണ് സൈസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കി. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ അലക്കിയ മുണ്ട്, 3 അലക്കിയ മുണ്ടും, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, 2 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഡോക്ടർ വാഷിൻ്റെ ഒരു ബാർ എടുത്തു. പിന്നെ ഡോവ് കുളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഡെറ്റോള് മുഖ്യമാണ്, അത് യൂസ് നമുക്ക് ഹൈജീനിക്കിൻ്റെ ഇതായിട്ട് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ബ്രഷ്, ടാങ്ക് ക്ലീനർ, പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ. ഇതൊക്കെ നമുക്ക് യൂസ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ പേപ്പർ, ന്യൂസ് പേപ്പർ. പിന്നെ ഈ ഒരു കവറ് ഡ്രസ്സ് വെക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ആയിട്ടുള്ള കവറാണ്. ഇതിൻ്റെ 2 ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞു കവറുകൾ. ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു ജോഡി ഡ്രസ്സാണ്, ഇന്നേഴ്സും എല്ലാം കൂടെ ഉള്ളത്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവർ ചോദിക്കും, ഡ്രസ്സ് ചോദിക്കുമ്പോൾ ഇതെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ബെൽറ്റ്, ഇത് സത്യത്തിൽ എനിക്ക് യൂസ് ഇതുവരെയ്ക്കും ആവാത്തൊരു സാധനമാണ്. ഞാൻ എന്നാലും അന്ന് എടുത്ത് വെച്ചു, പക്ഷെ ഞാൻ ഇതുവരെയ്ക്കും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഫയല്. പിന്നെ എന്തിനാണ് എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എടുത്ത് വെച്ചു. പിന്നെ പാത്രവും കാര്യങ്ങളൊക്കെ അത് വേറൊരു ബാഗിലായിരുന്നു. ഇത്രയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.